എത്ര പഠിച്ചിട്ടും റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു 3 മിസ്റ്റേക്സ് നിങ്ങൾ പോലും അറിയാണ്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കും. എന്റെ പേര് സ്നേഹ, വർക്കിംഗ് ആസ് ആൻ അക്കാദമിക് റിസർച്ച് അസോസിയേറ്റ് അറ്റ് ആൻഇബിയിൽ. നമ്മൾ ഒരുപാട് സമയവും എഫേർട്ടും ഒക്കെ എടുത്ത് പഠിച്ചിട്ടും അവസാനം ആ ഒരു എക്സ്പെക്ട് ചെയ്ത ഔട്ട്കം കിട്ടാണ്ട് വരുന്ന സ്റ്റുഡൻസ് ഉണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു മാർക്കിലേക്ക്, ഒരു ആൻസർ ഷീറ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത മാർക്ക് കാണാൻ പറ്റാത്ത കുട്ടികളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾ വളരെ കോമൺ ആയിട്ട് വരുത്തുന്ന 3 മിസ്റ്റേക്സും അതിന്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് പാസീവ് റീഡിങ്. മിക്ക കുട്ടികളും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണിത്. അതായത് പഠിക്കുന്ന സമയത്ത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ആയിക്കോട്ടെ, നോട്ട്ബുക്ക് ആയിക്കോട്ടെ, ജസ്റ്റ് നമ്മൾ റീഡ് ചെയ്ത് പോവും. എന്നിട്ട് മൈൻഡിൽ അസ്യൂം ചെയ്യും, ഓക്കെ ഞാൻ എല്ലാം പഠിച്ചു, എല്ലാം വായിച്ചു. പക്ഷെ അങ്ങനെയല്ല. നമ്മളിപ്പോ ഒരു ഈവൻ വായിക്കുന്ന സമയത്ത് മെയിൻ പോയിന്റ് ഹൈലൈറ്റ് ചെയ്താൽ പോലും നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞ് ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ, മാസങ്ങൾ കഴിയുമ്പോൾ നമ്മളത് മറന്നുപോകും. അപ്പൊ അതിന് നമ്മൾ വേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് റീകോൾ ചെയ്യുക എന്നുള്ളതാണ്. അത് മെയിനായിട്ട് 2 മെത്തേഡ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാണ്, നമ്മൾ വായിച്ചതിന് ശേഷം ഒരു ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചതിന് ശേഷം നമ്മൾ ആ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ആ ഒരു നോട്ട് ബുക്ക് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇരുന്ന് ഓർക്കുക എന്തൊക്കെ പോയിന്റ്സ് ആണ് പഠിച്ചത്, ഏതെങ്കിലും പോയിന്റ്സ് വിട്ടുപോയോ എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് നമ്മൾ ആ ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്റർ കാണാണ്ട് നമ്മൾ ഒറ്റയ്ക്ക് പറഞ്ഞ് പഠിക്കുക എന്നുള്ളത്. വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, മുന്നിൽ ഒരാളെ ഇരുത്തിയിട്ട്, അതിപ്പോ ആരോ ആയിക്കോട്ടെ, ഇപ്പൊ ഈവൻ ഒരു ടെഡി ബിയർ ആണെങ്കിൽ പോലും മുന്നിൽ ഒരാളെ ഇരുത്തിയിട്ട് നമുക്ക് ടീച്ച് ചെയ്യാം. ടീച്ച് ചെയ്യുന്ന സമയത്തുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാളെ പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ അതിനെപ്പറ്റി കൃത്യമായിട്ട് അവെയർ ആയിരിക്കണം. എല്ലാ പോയിന്റ്സും നമുക്ക് ഉണ്ടാവണം. അതിനകത്തുള്ള ഓരോ പോയിന്റ്സും ഓർഗനൈസ് ചെയ്തിട്ട് നമ്മൾ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വേറെ ആളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുന്ന രീതിയിൽ ആൾ പഠിക്കുന്ന സമയത്ത് മൈൻഡിൽ കൃത്യമായിട്ട് അത് സ്റ്റോർ ചെയ്യുകയും ചെയ്യും. നമ്മൾ വേറൊരാളെ പഠിപ്പിക്കുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് അറിയാം എന്നുള്ളത് മനസ്സിലാവും. ഇൻ കേസ് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും നമ്മൾ സ്റ്റോപ്പായി അല്ലെങ്കിൽ സ്റ്റെക്കായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ ആ പോയിന്റ് ഞാൻ മറന്നിട്ടുണ്ട്, ആ പോയിന്റ് വിട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എവിടെയാണ് ലാക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാവുമ്പോൾ നമുക്ക് അതിന്റെ മുകളിൽ കൂടുതൽ റീവർക്ക് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ മിസ്റ്റേക്ക് ആണ് ഒരു കൃത്യമായ പ്ലാൻ ഇല്ലാണ്ട് പഠിക്കാനിരിക്കുന്നത്. ഇപ്പൊ ചില കുട്ടികള് ഇപ്പൊ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് പഠിക്കാനിരിക്കണമല്ലോ, ഇന്നൊരു 3 മണിക്കൂർ പഠിക്കാം എന്നുള്ളതിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ ഏതെങ്കിലും ഒരു സമയത്ത് ചിലപ്പോൾ കൃത്യമായിട്ട് ടൈം ഒന്ന് മാനേജ് ചെയ്യാണ്ട് ചിലപ്പോൾ 2-3 പേജൊക്കെ നമ്മൾ മണിക്കൂറുകൾ ഇരുന്നിട്ട് നമ്മൾ ചെയ്ത് പഠിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ അല്ലാണ്ട് നമ്മൾ പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ട് എന്താണ് പഠിക്കാൻ പോകുന്നത്, ഇന്ന് ഏതൊക്കെ സബ്ജക്ട് പഠിക്കണം, ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം, എത്ര സമയം പഠിക്കണം, ഇത്ര സമയം കൊണ്ട് എത്ര പോർഷൻ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം വേണം പഠിക്കാനിരിക്കാൻ. പഠിക്കാനിരുന്നിട്ട് ആ ഒരു സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് നമ്മൾ അതിനനുസരിച്ച് തന്നെ മൂവ് ചെയ്യാനും നമുക്ക് പറ്റണം. മൂന്നാമത്തെ മിസ്റ്റേക്ക് ആണ് മൾട്ടി ടാസ്കിങ്. മിക്ക കുട്ടികളും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മൾട്ടി ടാസ്കിങ്. കാരണം ഒരുപാട് വർക്ക് ഉണ്ടാവും, എല്ലാം കൂടി നമ്മൾ അറ്റ് എ ടൈം അങ്ങ് തീർക്കണം എന്നുള്ള ആ ഒരു അർജൻസി കാരണം നമ്മൾ എല്ലാം കൂടി നമ്മൾ ചെയ്യും. പക്ഷെ ഒന്നും പെർഫെക്റ്റ് ആയിരിക്കില്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നാളെ ഒരു എക്സാം ഉണ്ട്, നാളേക്ക് ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട്, ഇന്ന് വേറെ 2 സബ്ജക്റ്റിന് ഹോംവർക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് വർക്ക്സ് ഉണ്ട്. നമുക്ക് വൈകുന്നേരം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെയും പഠിക്കാനുണ്ട്. അപ്പൊ എല്ലാം കൂടി ആവുന്ന സമയത്ത് നമുക്ക് എല്ലാം കൂടി അറ്റ് എ ടൈം ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവിടെ എക്സാമിന്റെ നാളേക്കുള്ള എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ജസ്റ്റ് വായിച്ച് അതിന്റെ ആൻസർ ജസ്റ്റ് ഇപ്പുറത്തുനിന്ന് പഠിക്കും, ഇപ്പുറത്ത് പോയിട്ട് നമ്മൾ ഹോംവർക്ക് ചെയ്യും, നമ്മൾ അപ്പുറത്ത് പോയിട്ട് അസൈൻമെന്റിന് ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതും. ഇങ്ങനെ എല്ലാം കൂടി ആവുന്ന സമയത്ത് നമുക്ക് ഒന്നും പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല സയന്റിഫിക്കലി നമ്മളൊരു സ്റ്റഡിയിൽ കൃത്യമായിട്ട് തെളിഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇതുപോലെ മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോൾ ഓരോ കാര്യത്തിൽ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുക്കുന്ന അറ്റൻഷന്റെ 40% വരെ ആ ഒരു ഫോക്കസ് കുറയും, അതിന്റെ പ്രൊഡക്ടിവിറ്റി കുറയും ചെയ്യും എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ നാളേക്കൊരു 5 ടാസ്കുകൾ ഉണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ. എക്സാമും അസൈൻമെന്റും ഹോംവർക്കും എല്ലാം കൂടി നമുക്കൊരു 5-6 ടാസ്കുകൾ നാളേക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് എഴുതുക, ടു ഡു ലിസ്റ്റ് പോലെ നമ്മൾ എഴുതുക. എഴുതിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ് നമ്മൾ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതൊക്കെയാണ്, ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യം ഫസ്റ്റ് ചെയ്യുക. സെക്കൻഡ് പ്രയോറിറ്റി, തേർഡ് പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ 1 by 1 ആയിട്ട് കൃത്യമായിട്ട് അത് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്.
അതുപോലെ നമ്മൾ പഠിക്കുന്ന സമയത്ത് പൊമഡോറോ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്ന് പഠിക്കുക. ഇപ്പോൾ ഒരു 30 to 45 മിനിറ്റ്സ് കംപ്ലീറ്റ് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഒരു 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 5 മിനിറ്റ് നമുക്ക് ബ്രേക്ക് എടുക്കുക. വീണ്ടും നമ്മൾ റിഫ്രഷ് ആയി വന്നിട്ട് ഇരുന്ന് പഠിക്കുക. പഠിക്കുന്ന സമയത്ത് വേറെ വേറെ കാര്യങ്ങളിലേക്ക് മൈൻഡ് പോവാണ്ട്, അതായത് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാണ്ട്, ഫോണോ അല്ലെങ്കിൽ വേറെ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാണ്ട് നമ്മൾ കാം ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഇരുന്നിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്നിട്ട് നമ്മൾ ചെയ്യാം. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളൊന്നും സമ്മപ്പ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ആക്റ്റീവ് റീകോൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് വേറെ ആളെ ടീച്ച് ചെയ്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ നമ്മളത് കാണാണ്ട് ഓർത്ത് പറയുന്നതായിരിക്കാം. അതുപോലെ കൃത്യമായൊരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യുക, അതിന്റെ കൂടെ തന്നെ അത് ഫോളോ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാൻ ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ കൃത്യമായിട്ട് ആ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. മൂന്നാമത്തെ കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യുമ്പോൾ, നമ്മൾ പഠിക്കുകയാണെങ്കിലും നമ്മൾ എഴുതുകയാണെങ്കിലും എന്താണോ നമുക്ക് ടാസ്ക് ഉള്ളത് ആ ടാസ്കിൽ മാത്രം ഫോക്കസ് ചെയ്യുക. നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമ്മൾ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ട സൊല്യൂഷൻസ് ഈ 3 മിസ്റ്റേക്സിന്. അപ്പോൾ ഒരുപാട് ഹാർഡായിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം സ്മാർട്ടായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. സ്മാർട്ട് വർക്ക് ഈസ് ബെറ്റർ ദാൻ ഹാർഡ് വർക്ക് എന്നാണല്ലോ. താങ്ക് യു.